റേഞ്ചുള്ള സാധനമാണെങ്കിൽ ആ മാസം വരത്തില്ല. അവരുടെ കഴിഞ്ഞ സീസൺ. അമ്മൂസേ, എന്താ ഇപ്പൊ ജോലി ചെയ്യുന്ന? ഊണ് കഴിഞ്ഞല്ലേ ഉള്ളൂ. എടി അടുക്കളക്കാർ 4 നേരം കുക്ക് ചെയ്യുന്ന ആൾക്കാർക്കേ റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ പണി എടുത്തോണ്ടിരിക്കണം. നിങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് പോയി റെസ്റ്റ് എടുക്കും. നമ്മളിങ്ങനെ പണി ചെയ്ത് ഭരിക്കും. ഞാൻ ചെയ്യണോ? നീ ചെയ്യണോന്നാ? നീ ജോലി ചെയ്യണോന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് പേടിപ്പിക്കണല്ലോ. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മളെ പിങ്കി ഉച്ചയ്ക്ക് വരേണ്ടതല്ലേ? അവളെ ഇതുവരെ കണ്ടില്ല. അവള് 3 മണിയാവുമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. പിന്നെ അവളെ മറ്റേ കാത്തുന്റെ കൂടെയല്ലേ വരുന്നത്. രണ്ടും കൂടെ ഐഡി ഉണ്ടാക്കി അത് സോൾവ് ചെയ്ത് വായി നോക്കി വരുമ്പോ സമയം എടുക്കും. രണ്ടിന്റെ സ്വഭാവം ഏകദേശം ഒന്നായോണ്ട് കുഴപ്പമില്ല. വല്ല ബേക്കറിയിൽ നിന്ന് കേറിയിട്ട് എന്തെങ്കിലും കഴിച്ചോണ്ടായിരിക്കും വരുന്നത്. അമ്മ അവക്ക് എന്തെങ്കിലും പൈസ കൊടുത്തായിരുന്നോ? നീ അറിഞ്ഞല്ലേ, അവൾ എന്റെ രാവിലെ അടി ഉണ്ടാക്കി 50 രൂപ വാങ്ങിച്ചോണ്ട് പോയി. ഓഹോ, അപ്പൊ അച്ഛൻ്റെ വാങ്ങിച്ചു കാണും. പിന്നെ ഒരു മുട്ടായി തുണ്ട് പോലും അവള് എനിക്ക് വാങ്ങിച്ചോണ്ട് വരൂല, ദുഷ്ട. അതെ അമ്മ, അമ്മേരിയിൽ ഒരു 100 രൂപ എടുക്കാൻ കാണൂ? ഇല്ലല്ലേ, വേണ്ട. ഞാൻ ചുമ്മാ ചോദിച്ചാണ്. എനിക്ക് മോള് പോവാണേ. ഹലോ ഹലോ ഹലോ, ഇവിടെ ഒരാളെ വെയിറ്റ് ചെയ്തിങ്ങനെ ബോധം വല്ലതും ഉണ്ടോ? ആഹാ, കൂട്ടുകാരായിട്ട് വളവള സംസാരിച്ചോണ്ടിരിക്കാൻ നേരത്തെ കാലത്ത് വീട്ടിലത്ര ബോധമൊന്നുമില്ല. ഇല്ല. എന്തിനാ നേരത്തെ കാലത്ത് നിനക്ക് വീട്ടിൽ എത്തുന്ന മല പറിക്കാൻ നല്ല പണിയുണ്ടോ അവിടെ? ഉണ്ട്, എനിക്ക് നല്ല ജോലിയുണ്ട്. വാ അങ്ങോട്ട് നടക്കുന്നു. ചേച്ചി ബേക്കറി കയറണ്ടേ? ബേക്കറിയില്ല, എനിക്ക് തോന്നി നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്നപ്പോഴും ബേക്കറി കയറാനുള്ള കാര്യമായിരിക്കും. ആ, കണ്ണറിയല്ലേ ബേക്കറി കയറണം. അതിന് നമ്മൾ ബേക്കറി കയറുന്നില്ലല്ലോ. ആ, ഞാൻ ആലോചിക്കാം ബേക്കറി കയറണമെന്ന് കേട്ടോ. വാ, അവളൊരു ബേക്കറി. ബ്രേക്ക് ശരിയാക്കി എന്റെ. ഓ, നല്ല പട്ടിക്കുട്ടിയല്ലേ? പട്ടിക്കുട്ടി ആണെന്ന് തോന്നുന്നു. സൈക്കിൾ പിടി. ഞാൻ പിടിച്ചു. കൊള്ളാലേ. നമുക്കൊരു കാര്യം ചെയ്താലോ? പിടി. കൊണ്ടുപോയാലോ ഇതിനെ? കൊണ്ടുപോവാനാ? വീട്ടുകാരെല്ലാം പ്രശ്നമാണ് ഇവരെങ്കിൽ. നല്ല പട്ടിക്കുട്ടിയടി. എടി ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടി ഇടിക്കത്തില്ലേ? എന്താ വഴി? ഇതെങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും? അതാദ്യം പറ. അതിപ്പോ ഒരു വഴിയുണ്ട്. നീ എന്തോന്ന് വഴി? നീ പിടി. സ്റ്റാൻഡ് പെട്ടെന്ന് പിടി. ഇത് ഇവിടെ വെച്ചോ. നീ പിടിച്ചോ, എടുത്തോ. അയ്യോ, എനിക്ക് പേടി. എന്റെ ബാഗ് ഇട്. മക്കളെ തൽക്കാലം ഇവിടെ നില്ലടാ. ഓടാ, നോക്കിക്കോ നീ. എന്റെ ബുക്ക് നിന്റെ ബാഗിനകത്ത് വെക്കണേ. വയ്ക്ക്. കേറൂല. കിളക്കിക്കോ. പോലെ പോകല്ലേ, ശൂര് പോകല്ലേ. മക്കളവിടെ ഇരുന്നോ? സൈക്കിൾ കണ്ട? പിടിച്ചോ, തുറന്ന് പിടിച്ചോ. ദൈവമേ, ഇതൊക്കെ വലിയ അപകടമാണ്. ഒരു അപകടമില്ല എന്റെ കുഞ്ഞ്. ഒരു ശ്വാസം മുട്ടും. ഇല്ല, പോ വണ്ടിയുടെ അങ്ങോട്ട് പെട്ടെന്ന്. വളരെ മോശമുള്ളതാ. ചേച്ചി, ഇച്ചിരി കടുത്തു പോയേ. എന്തോ മോഷണം പോലെയാണ്. ഇത് മോശനൊന്നും അല്ല. ഇത് നമ്മള് വഴിയിൽ കിടന്ന ഒരു മിണ്ടാപ്രാണിയെ എടുത്തു വെച്ച് നമ്മൾ വളർത്തുന്നു, അത്രേ ഉള്ളൂ. അതെ, ഇത് മറ്റേ വഴി കിടന്ന തെരുവ് പട്ടികളൊന്നും അല്ല. ഇത് ഇച്ചിരി വില കൂടിയ പട്ടിയ. ഇതിങ്ങാണ് നമ്മൾ എടുത്തിങ്ങനെ അറിഞ്ഞാലേ വലിയൊരു പ്രശ്നമാവും. ഇടി, ഒരു പ്രശ്നം ആവത്തില്ല. അതിന് ആരറിയുന്നതൊക്കെ? അപ്പൊ ഇത് എന്ത് ചെയ്യാൻ പോവാ പ്ലാൻ? നമുക്ക് വളർത്താനോ? വീട്ടുകാരെന്നെ പ്രശ്നമാവൂലേ? അത് പ്രശ്നമൊന്നും ആവില്ല, അത് ഞാൻ ഡീൽ ചെയ്തോളാം. എന്ത് കഷ്ടമായിട്ട് നീ എന്റെ കോൺഫിഡൻസ് കളയല്ലേ. അപ്പൊ ഇതെടുത്ത് കരഞ്ഞാലാ? അത് കരയത്തൊന്നും ഇല്ല. അത് മിണ്ടായിരി. അപ്പൊ ഇതിന്റെ ബാക്കിയകത്ത് നമുക്ക് പ്ലാസ്റ്റർ ഇട്ടാലാ?
എന്തുകൊണ്ട് കൊച്ചേ പറയണത്? വായിക്കാത്ത പ്ലാസ്റ്റർ ഇടാനാ? എടി കരയാതെ ഞാൻ മാനേജ് ചെയ്തോളൂ. എനിക്ക് സമാധാനമായിട്ട് ചിന്തിക്കാൻ കുറച്ച് സമയം എന്താ, ഞാൻ ചിന്തിച്ചിട്ട് പറയാം ബാക്കി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് അങ്കിൾ എൻ്റെ അടുത്തും പറഞ്ഞിട്ടേ ഇതിനങ്ങ് പോലീസിലേൽപ്പിക്കാം. പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം. ഒന്ന് പോയാണ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ പട്ടികളെ കൊണ്ട് തന്നെ അവർക്കൊരു സ്വൈര്യം ഇല്ലാതിരിക്കണം. അപ്പോഴാണ് ഈ പട്ടി താനങ്ങള് അങ്കിൾ ഞാൻ പോണേ. രണ്ടുപേരും വന്നാ? എന്താണ് നേരത്തെ വന്ന ഇന്ന്? ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മോളെ, അത് കഴിഞ്ഞപ്പോ പിന്നെ നേരത്തെ വന്നു. എവിടെ പോണടി? എന്താണ് രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ ചെയ്ത് പയ്യെ വരണം? ഓരോ വിശേഷങ്ങൾ സ്കൂളിലത്തെ ഇല്ലേ? അത് പോട്ട്. കാർത്തു എന്ത് ധൃതി പിടിച്ചു പോണ്? ഞാൻ പോട്ടെ. കാപ്പിയെ കുടിച്ചിട്ട് ഭാഗത്ത് ചായ കുടിച്ചിട്ട് പോ. ആന്റി ചായ അല്ല, അമ്മ അന്വേഷിക്കും. അയ്യോ ഇല്ല, അമ്മ അന്വേഷിക്കൂല്ലോ മക്കളെ. അത് ഞാൻ അമ്മ ഇപ്പൊ തന്നെ വിളിച്ച് പറയാം. ഇവിടെ ചായ ഒക്കെ കുടിച്ച് പതിയെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ. ഞാൻ പഠിപ്പിക്കാനില്ല. അതെ, പയ്യെ പോയാൽ മതി. അതെ അത് ചെല്ലും മോള്. അതെ, പതുക്കെ പോവാടി, പതുക്കെ പോവാ. ഒരു മടി പോലെ. അതെന്താന്നറിയോ, ഇവള് പറഞ്ഞു ഇവക്ക് ചെറുതായിട്ട് എന്താ കണ്ണ് വേദനിക്കണം എന്ന് പറഞ്ഞു. മുഖമൊക്കെ നന്നായിട്ട് കഴുകും മോളെ. മുഖം കഴുകാൻ തീരാവുന്ന പ്രശ്നമുള്ളൂ അല്ലേ? അതായിരിക്കും. നല്ല തണുത്ത വെള്ളത്തിലെ മുഖം കഴുകും. ചെല്ല്, കുറച്ച് കഴിഞ്ഞ് പോവാം. അതെ. രണ്ടും എത്തിയല്ലോ. അയ്യോ, നീ ഇവിടെ ഉണ്ടായിരുന്നോ ചേച്ചി? ഞാൻ എവിടെ പോവാൻ? എവിടെങ്ങനെ പൊക്കോടായിരുന്നു? ഒന്നുമില്ല. എന്താടി ഒരു കള്ള ലക്ഷണം? കള്ള ലക്ഷണോ? എന്താ കാർത്തു നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം? ചേച്ചി ചോദിക്കുന്നതായിട്ടില്ലേ? ചേച്ചി അടുത്തല്ലേ ചോദിച്ചേ? എന്റെ അടുത്താണോ? അതെന്താന്നറിയോ, എനിക്ക് ഭയങ്കര തലവേദന ഇറങ്ങി വന്നപ്പോ ഭയങ്കര തലവേദന. വാ നമുക്ക് അകത്ത് കയറാം. വാ. ഞാൻ പോണു. അന്വേഷിക്കും. ഇല്ല, അമ്മ അന്വേഷിക്കത്തില്ല. എന്റെ തലവേദനയൊക്കെ ഒന്ന് സെറ്റ് ആക്കിട്ട് നീ പോയാ മതി. തലവേദന സെറ്റ് ആക്കാൻ പറ്റുമോ? ചേച്ചി എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. തലവേദന ആയതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് പോയി കൈയും കാലും മുഖം കഴി ചായ കുടിക്കുക, തലവേദനയൊക്കെ മാറും. അതിന്റെ ബാഗിന്റെ സിബൊക്കെ തുറന്നിരിക്കുന്നു. സിബ് തുറന്നിരിക്കുന്നു. ഞാൻ അടച്ചോളാം. അവള് പോട്ട്. മോളാത്തു നിനക്ക് വേറെ എന്ത് പറ്റി? രണ്ടും കൂടെ കൂടിയാൽ അറിയാമല്ലോ, രസമാണല്ലോ. രണ്ടും കളികളാണ്. അപ്പൊ നീയോ? ഞാൻ അച്ഛന്റെ ചുന്തരി മോളല്ലേ. സോപ്പ് ഇടാൻ. ചെല്ല്. ചേച്ചി അനക്കൊന്നുമില്ല, വട്ടി തട്ടിപ്പോയാന്തോ. കുന്ന കൊടുത്ത് പുറക്കല് കൊച്ചേ. നീ ചേച്ചി വരുന്നുണ്ടെന്ന് പോയി നോക്കി അങ്ങോട്ട്. നമുക്കൊരു പേരിടണ്ടേ? പറയാനല്ലേ ഇപ്പോഴത്തെ പ്രശ്നം. ആദ്യം ഇത് എവിടെയും ഒളിപ്പിക്കാൻ നോക്ക്. അതൊക്കെ ഒളിപ്പിക്കാം. ഇതിനെ നല്ല വിശപ്പുണ്ടായിരിക്കും. നീ താഴെ ചെന്ന് ബിസ്ക്കറ്റും പാലും എടുത്തോണ്ട് വരുമോ? എടുക്കാം. പക്ഷെ ആർക്കെന്ന് പറയും? എടി എനിക്ക് വയ്യെന്നാണല്ലോ പറഞ്ഞ് ഞാൻ കയറി വന്നേ. അപ്പം ചേച്ചിക്ക് വയ്യ, അപ്പം ബിസ്ക്കറ്റും പാലും വേണം എന്ന് ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞ എടുത്തോണ്ടോ. അപ്പോ ശരി. അപ്പൊ ആ ബിസ്ക്കറ്റ് അവിടെ ഇല്ലെങ്കിലോ? ഇതെന്ന് ബിസ്ക്കറ്റ് അവിടെ ഇല്ലെങ്കിലോ? ബിസ്ക്കറ്റ് ഉണ്ട്, രാവിലെയും കൂടെ ഞാൻ കണ്ടതേ ഉള്ളൂ. പോയി എടുത്തിട്ട് വാ. പോ. ഇതെല്ലാം കൂടെ പിന്നെ എന്റെ തലയിലല്ലേ ഇതെങ്ങാനും പാളിപ്പോയാ? കരുതൽ. എന്ത് പേരുണ്ടായിരുന്നു? നാളൊന്നും ഉണ്ടാക്കല്ലേ. എൻ്റെ ഒരു ചേച്ചിയുണ്ട്, അവളെ കണ്ടാ തീർന്നു. നീ എന്താടി ആരോട് സംസാരിച്ചേ? അത് ചേച്ചിക്ക് അങ്ങനെ തോന്നിയാ? എന്താന്നറിയോ, കാർത്തു നേരത്തെ പറഞ്ഞേ എനിക്ക് വയ്യാത്തോണ്ടാന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ പിച്ചും പേയൊക്കെ പറയണ. കാർത്തു വന്നപ്പോ പറഞ്ഞു എനിക്ക് എന്തോ പ്രശ്നമാണ് കേട്ടോ. ഞാനേ ഗ്രീൻ ടീ കുടിക്കാൻ പോണു. നിനക്ക് വേണോ? തലവേദന മാറും. എനിക്ക് വേണ്ട, ഗ്രീൻ ടീ വേണ്ട. എനിക്ക് കുടിച്ച ശീലമില്ലല്ല.
ഞാൻ കുറച്ച് കഴിയുമ്പോ വരാം. വയ്യ, ഒന്ന് കിടക്കട്ടെ. റെസ്റ്റ് എടുത്തോ. എന്താടാ ഷൂ മിണ്ടായിരിക്കലേ. എന്ത്? അയ്യ നല്ല വേന. അയ്യോ എന്ത്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തലവേദന, പിന്നെ കൈവേദന, കാലുവേദന, വിരല് വേദന, എല്ലാം വേദന. മക്കളെ വാ വാ. ഞാൻ താഴെ പോയിട്ട് വരാം. നിന്റെ കൈയും കാലൊക്കെ ഞാൻ ഒന്ന് തടവി തരാം. നല്ല തടവിലായിരിക്കും. നിനക്കെന്തോ വയ്യായികാന്ന് പറഞ്ഞ് എനിക്ക് വയ്യ അമ്മ. സ്കൂളിൽ നിന്ന് വന്നപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര തലവേദന. എനിക്ക് പനിയുണ്ടോ? പനിയുണ്ടോ നോക്കാം. ആശുപത്രി പോണോ? പനിയൊന്നും ഇല്ല ഇപ്പൊ. ഇല്ലേ? ആശുപത്രി പോണോ? അത് ആശുപത്രിയില ഒന്നും പോണ്ട അല്ലേ കാർത്തു? വയ്യെങ്കിലേ നാളെ സ്കൂളിൽ പോണ്ട കേട്ടോ. അത് സ്കൂളിൽ പോവാതെ എങ്ങനെ അമ്മ? സ്കൂളിൽ പോവാതിരിക്കുന്നതാണ് നല്ലത്. അയ്യോ കാത്തു, അമ്മ അന്വേഷിക്കൂലേ സ്കൂളിൽ നിന്ന് വന്നിട്ട് നേരെ കയറിയത്? അയ്യോ ചേച്ചി ഞാൻ പോവാ. അമ്മ അന്വേഷിക്കില്ല. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞു. പറഞ്ഞോ? ആ പറഞ്ഞു. എന്തായാലും വിശക്കണെങ്കിൽ താഴോട്ട് വാ കേട്ടാ. ആ വരാം അമ്മ. ശരി. പറഞ്ഞില്ലല്ലേ? ഇല്ലെങ്കിൽ വിളിച്ച് പറ അമ്മ അടുത്ത്. ഓ ബാഗ് മാറ്റി കഴിഞ്ഞു. പേരിട്ട് എന്തോന്നു? ടോമി. എനിക്ക് അപ്പഴേ അറിയാം ചേച്ചി ടോമി ജോബി ജിബി കേട്ടത്തോളൂ. വേറെ ഇനി പേരിട്ടൂടെ? ആ പേരിന് എന്തൊരു കുഴപ്പം? ആ ഞാൻ പോട്ടാ. പോയോ കുന്നോളൂ. ഞങ്ങറിയല്ല. വീട്ടിൽ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. വേണ്ട, നീ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. ഞാൻ അവിടെ പട്ടി കൊണ്ടുവന്ന കാര്യമൊക്കെ. ബിസ്ക്കറ്റ് കൂടെ കൊടുക്കണേ. ടോമി ടോമി ഇവിടെ എന്നെ കാണാനില്ല. അപ്പഴേ പറഞ്ഞു വീട്ടിൽ കേട്ടല്ലേ ടോമി. എവിടെ കൊച്ചേ? എവിടെ ഒരു തപ്പടി? എന്റെ ദൈവമേ, അവള് കണ്ട്. പുറത്തിറങ്ങിയാ? പുറത്തിറങ്ങിക്കണോ? ദൈവമേ, ഓടങ്ങോട്ട്. എവിടെ തീർന്നു. ശരിയാണ്. താഴെ ഇറങ്ങി. മണി മണി എന്ത് മക്കളെ നിന്റെ തലവേനൊക്കെ മാറിയാ? തലവേനൊക്കെ മാറിയാ? തലവേന മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറിയില്ല. മാറിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറും കുറച്ച് കഴിയുമ്പോ. വിക്സ് വേണോ? വിക്സ് വേണ്ട, ഞാൻ എടുത്തോളാം. എന്തോ ഒരു പരുങ്ങല് കള്ളത്തരം പോലെ. ഇല്ല, അത് ഇവളുടെ എന്തോ ഒരു സാധനം ഇവിടെ കളഞ്ഞു പോയപ്പോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് സാധനം? അതെന്തോ ഷാർപ്പ് വെച്ച് കുറച്ച് സാധനം ചെയ്യാനുണ്ടായിരുന്നു. എവിടെ പോയി? ഒരു സാധനം. കുരുത്തക്കേടൊന്നും കാണിക്കല്ലേ. അമ്മ എവിടെ? അമ്മ അകത്ത് കാണോ വെച്ചാ വിളിച്ചാ മതി. നിനക്കൊരു കള്ള ലക്ഷണം തോന്നുന്നുണ്ട്. ജീവില്ലാത്ത കുഞ്ഞ് ആരുമില്ലടി ഇവിടെ. ആരുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതിന് കൊള്ളാം. നല്ല കളർ. പക്ഷെ നല്ല മുടിയല്ലേ? ചേച്ചിനെ കട്ടിയുണ്ട് മുടി. ചേച്ചി, ഇത് കാർത്തി ചേച്ചി.
ഇവിടെ ഒളിപ്പിക്കണ്ടേ? ഒളിപ്പിക്കണം. അതാണ് നീ ഇവിടെ. ആ കാർത്തു, നമ്മുടെ അടുക്കളയില്ലേ അവിടുത്തെ സ്റ്റോറില് ഒരു നീല കളറ് ബാസ്ക്കറ്റ് ഉണ്ട്. നീ പോയി അത് എടുത്തിട്ടോ. എടുത്തിട്ടോ. ചേച്ചി പോയി ഒളിപ്പിക്കാം കേട്ടോ. ചേച്ചി വയ്ക്കാൻ തോന്നല്ലേ? തലയെ വെച്ചു മൊത്തം കഴിച്ചു. പിങ്കി പിങ്കി ഇവിടെ നിക്കായിരുന്നോ? ഓ നീ പോയില്ലേ ഇതുവരെ ആയിട്ട്? ഓ പോണം. കുറച്ച് പോവും. ഞാൻ നിർത്തിക്കുന്നു വയ്യാത്തോണ്ടേ. അല്ല നീ എന്താ യൂണിഫോം മാറ്റാത്ത? അത് എനിക്ക് വയ്യായിരുന്നല്ലോ, അപ്പൊ ഞാൻ കിടക്കായിരുന്നു. ഇപ്പഴേ എണീറ്റ. കുറച്ച് കഴിഞ്ഞ് മാറ്റാം. ശരി. ഇവിടെ ഒരു പട്ടിയുടെ കുര കേട്ടല്ലോ. കറക്റ്റ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. കറക്റ്റ്. നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് പിന്നെ വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നു സാർ. ഞാനൊന്ന് പാല് വാങ്ങിക്കാന്ന് വിചാരിച്ചിറങ്ങിയതാ. അത് ശരി, ഒരു നടപ്പും ആവും. ശരി ശരി. അങ്ങനെയുണ്ട്. പിന്നെ സാറ് നടക്കാറിറങ്ങിയതായിരിക്കും. നടക്കുന്നത് പോലെ തന്നെ സാറേ. ഞാന് മോന് കഴിഞ്ഞ ആഴ്ച ഞാനൊരു പട്ടിക്കുട്ടിയെ വാങ്ങിക്കൊടുത്തെ. അപ്പൊ അത് ഇന്നലെ ഉച്ച തൊട്ട് കാണുന്നില്ല. അയ്യോ. അപ്പൊ അവന് ഭയങ്കര കരച്ചില്. ഞാൻ അവനെ അന്വേഷിച്ച് ആ പട്ടിക്കുട്ടി അന്വേഷിച്ച് ഇറങ്ങിയതാണ്. ഇനി എവിടെ പോയിന്ന് അറിയാനും വയ്യ. അയ്യോ, അത് വിലപിടിപ്പുള്ളതാണോ? വിലപിടിപ്പുള്ളതാണ് സാറേ. സാറൊരു കാര്യം ചെയ്യണം. നമ്മുടെ അസോസിയേഷന്റെ സെക്രട്ടറിയോട് ഒന്ന് പറയണം. അസോസിയേഷൻ. കാരണം ഈ ക്യാമറയിൽ കൂടെ കാണാൻ പറ്റും. ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല. അപ്പൊ സെക്രട്ടറിയെ കൂടെ ഞാനൊന്ന് വിളിച്ച് പറയാം. സെക്രട്ടറി ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ഇപ്പോഴാകുമ്പോ അദ്ദേഹം വീട്ടിൽ തന്നെ കാണും. നോക്കിയിട്ട് ശരി. ചിലപ്പം എന്തായാലും ഈ ഏരിയയിൽ വീടിന് ചുറ്റുമൊക്കെ നോക്കിയായിരുന്നോ? വീടിന് ചുറ്റൊക്കെ നോക്കി സാർ. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നോക്കി വരികയാണ് ഞാൻ. അപ്പൊ അത് എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞൂടാ. കുഞ്ഞാണെങ്കിൽ കിടന്ന് ഭയങ്കര കരച്ചില്ല. അയ്യോ, കഷ്ടം. ആശിച്ച് വാങ്ങിച്ചതല്ലേ? ആശ വാങ്ങിച്ചതാണ് സാർ. എന്തോ ചെയ്യാനാ. ഇവിടെ അങ്ങനെ ഇനി ഉണ്ടോന്ന് അറിയാൻ വയ്യ. ഒരുപാട് സ്ഥലത്ത് നോക്കാം. ഓ, എന്തായാലും ഇതൊന്ന് അറിയിപ്പിക്കാം. അപ്പൊ ക്യാമറയിൽ കൂടെ നോക്കുമ്പോഴേ. ശരി ശരി. എന്തായാലും കിട്ടും. ശരി, നോക്കാം സാറേ. താങ്ക് യു. ശരി സാർ, നടക്കട്ടെ. ശരി. എന്താ ഹായ് പട്ടിക്കുഞ്ഞ്. എന്ത് പണി? എന്തോ പട്ടിക്കുട്ടി. അയ്യോ, ഇതെവിടെ നിന്ന്? ഇതെങ്ങനെ വീട്ടിനകത്ത് കയറി? അല്ല, ഡോർവെല്ലാം തുറന്നു കിടന്നാ? ഇല്ല, അടച്ചിട്ടേക്കായിരുന്നു. മണി, ഇതാണോ ഇനി ആ ഗോപമോഹൻ സാറിന്റെ വീട്ടിലെ പട്ടിക്കുട്ടി? ആയിരിക്കും കേട്ടാ. ആ പട്ടിക്കുട്ടി ഇതല്ല. ഇത് മറ്റേ പുള്ളിക്കാരന്റെ വീട് അങ്ങ് ദൂരെയല്ലേ. അവിടെ നിന്ന് അങ്ങനെ പട്ടിക്കുട്ടി ഇവിടെ നടന്നു വരുന്നത്. പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതാത് ഇത് വേറെ പപ്പി. സത്യം പറ, ഇതിനെ എവിടെ നിന്ന് എടുത്തോണ്ട് വന്നത്? നീയാണോ കൊണ്ടുവന്നേ? ഇത് ഇവിടെ എടുത്തോണ്ട് വന്നാ? പിങ്കി, നീയാണോ കൊണ്ടുവന്നേ? എന്താടി ഒരു കള്ള ലക്ഷണം? നീയാണോ എടുത്തേ? അമ്മ നേരത്തെ ഒരു പട്ടിക്കുട്ടിയുടെ സൗണ്ട് കേട്ടോ. എന്നിട്ട് ഉരുണ്ട കളിച്ചു. എനിക്കും തോന്നി ഇടയ്ക്കിടയ്ക്ക് ഓരോ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പട്ടി കയറി ഇരിപ്പുണ്ടോന്ന്. ഇത് തന്നെ. അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ തലവേദന? പിങ്കി പറ, നീയാണോ കൊണ്ടുവന്നേ? അത് പിന്നെ എവിടെ എടുത്തത്? സത്യം പറ. ഞാനിത് എടുത്തോണ്ട് വന്നതല്ലേ. ഇത് ഞങ്ങള് സ്കൂള് വിട്ട് വരുന്ന സമയത്ത് വഴിയിൽ നിക്കുന്നുണ്ട്. പാവം ഒറ്റയ്ക്ക് നിക്കുന്നു. അപ്പം വണ്ടി ഒന്നും തട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തോണ്ട് വന്നതാ. രവിയേട്ടാ, പെട്ടെന്ന് വിളിച്ചു പറ സാറിനെ ഇവിടെ ഉണ്ടെന്ന്. അവരെന്ത് വിഷമിക്കുന്നറിയുമോ? ഇന്നലെ കണ്ടപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ മകന് വേണ്ടി വാങ്ങിച്ചതാണ്.
എന്ത് പണിയാണ് നീ കാണിച്ചത്? അമ്മ നമുക്ക് ഇതിനെ വളർത്താം. അമ്മ പാവല്ലേ. വളർത്താം, മിണ്ടി പോരുത്. ഞാൻ ആദ്യം വിളിച്ച് പറയട്ടെ. അതെങ്ങനെ വളർത്തും നമ്മള്? വല്ലവരും വീട്ടിൽ അവർ ആഗ്രഹിച്ച് വാങ്ങിച്ച പട്ടീനെ നമ്മൾ എങ്ങനെ വളർത്തും? ശരിയാണോ അത്? വല്ലവരുടെ സാധനങ്ങളൊന്നും ആഗ്രഹിക്കാൻ പാടില്ല, തിരിച്ചു കൊടുക്കണതിനെ. രവി സാറേ, രവി സാർ. ആ നമസ്കാരം. സാറ് വന്നല്ലേ? ഞാൻ മോളെ വിളിക്കട്ടെ. ഓ ആയിക്കോട്ടെ. മോളെ, പിങ്കി മോളെ, പിങ്കി ഇങ്ങി വാ. മോളെ അതിനെ കൊണ്ടുപോവാ. മോളെ കൊണ്ടു. അതിവിടെ ഭദ്രമായിട്ട് കിട്ടി. ഓ ശരി ശരി ശരി. കൊണ്ടുപോവാ മോളെ. അവിടെ മോൻ വിഷമിച്ചിരിക്കുകയല്ലേ? ഓ ശരി. നമ്മളെ രാവിലെ കണ്ട് സംസാരിച്ചപ്പോഴും ഒരുപാട് വിഷമിക്കുകയായിരുന്നു ഞാൻ. എന്ത് അറിയാൻ വയ്യ. അതെ, എനിക്ക് മനസ്സിലായിരുന്നു. ഹലോ ഹലോ മക്കളെ. വളരെ വില പിടിപ്പിച്ചുള്ള സാധനമാണല്ലോ. വളരെ ഉപകാരം സാറേ, ഒരുപാട് സന്തോഷമായി. സമാധാനമാവും. വളരെ സന്തോഷം. മോനോട് പറയാം. ഓക്കെ. മോനെയും കുട്ടിയൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ. തീർച്ചയായും തീർച്ചയായും. മോക്ക് നല്ല വിഷമമായെന്ന് തോന്നല്ല? മോക്ക് വിഷമമാണ്. അവൾക്കിത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. മോക്ക് കാണണമെന്ന് തോന്നുമ്പോ വന്നാ മതി. മോക്ക് എപ്പോ വേണമെങ്കിലും വരാം, വന്ന് കാണാം. ഓക്കെ ശരി. ഓക്കെ ശരി 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 സാറേ. വലിയ വിലയുള്ള പട്ടിയാ. വിഷമിക്കണ്ട മോൻ.